ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ PQ is the tangent to the circle centered at O. Angle AOB equal to 95 degree. Then the measure of angle ABQ. ഈ ആംഗിൾ ആണ് കാണേണ്ടത്. മനസ്സിലായല്ലോ? Given that PQ is the tangent. PQ tangent ആണ്. At B, point of contact B. ഇത് 95 ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. സൊല്യൂഷൻ പറഞ്ഞുതരാം. ഫിഗർ ഒന്ന് എൻലാർജ് ചെയ്ത് വരയ്ക്കുകയാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ABQ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ദിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദിസ് ലെങ്ത്, റേഡിയസ് അല്ലേ? ഓക്കെ ആണല്ലോ, അത് റേഡിയസ് ആണ്. അപ്പോൾ ഈ ആംഗിളും സെയിം ആണ്. തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് ഞാനിത് എക്സ് എന്ന് എടുക്കുകയാണ്, ഇതും എക്സ് ആയിട്ട് എടുക്കുകയാണ്. പിന്നെ നമുക്ക് മാറ്റാമല്ലോ, ടെമ്പററി ആണ്. ഇത് ഐസോസിലസ് ആയതുകൊണ്ട് ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദിസ് ആംഗിൾ. കറക്റ്റ്. അപ്പോൾ ഞാനത് ഇവിടെ എഴുതാം. ലെറ്റ് ആംഗിൾ OAB ഈക്വൽ ടു എക്സ്. ദെൻ ആംഗിൾ OBA ഓൾസോ ഈക്വൽ ടു എക്സ്. റീസൺ എന്താണ്? OA ഈക്വൽ ടു OB വിച്ച് ഈസ് റേഡിയസ്. ഇനി നമുക്ക് ഇൻ ട്രയാങ്കിൾ OAB ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് സ്റ്റെപ്പ് അധികം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി സ്റ്റെപ്പ് എഴുതുന്നതാണ്. ഇൻ ട്രയാങ്കിൾ OAB സം ഓഫ് ദ 3 ആംഗിൾസ് 180. Sum of these 3 angles 180. So 95 plus x will be 180. Clear? അതിൻ്റെ ബാക്കി ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 2x. 90 plus 2x is equal to 180 degree. Or 2x equal to 95 ആണ്. 2x equal to 180 minus 95. ശരിയല്ലേ? കറക്റ്റാണ്. അപ്പോൾ എന്ത് വരും ഇത്? സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 2x ഈക്വൽ ടു 180 മൈനസ് 95 ചെയ്ത് കഴിഞ്ഞാൽ 85 കിട്ടും. ഓർ x ഈക്വൽ ടു 85/2. 85/2 ചെയ്ത് കഴിഞ്ഞാൽ 42.5 ഡിഗ്രി. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഈ ഫുൾ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഫുൾ ആംഗിൾ 90 ആണെന്ന് അറിയാം. ശരിയല്ലേ? OB പെർപെൻഡിക്കുലർ ടു BQ. ശരിയല്ലേ? OB പെർപെൻഡിക്കുലർ ടു BQ ആണെന്ന് അറിയാം. അതുകൊണ്ട് ഈ എക്സ് 42.5 കിട്ടിയല്ലോ. സോ ആംഗിൾ ABQ, റൈറ്റ്? ആംഗിൾ ABQ കാണണമെങ്കിൽ 90 മൈനസ് 42.5 ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഈ ഫുൾ ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഫുൾ ആംഗിൾ ഇത്രയും ആംഗിൾ 90 ആണ്. ആ 90-ൽ ഇത്രയും ഭാഗം എക്സ് ആയിട്ട് പോയി, അഥവാ 42.5 ആയി പോയി. സോ ദ റിമൈനിങ് വിൽ ബി 90 മൈനസ് എക്സ്. 90 മൈനസ് 42.5 ചെയ്യണം. Answer is 47.5. 47.5 ആണ് ആൻസർ.